കുറച്ചു കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് സമസ്തയിൽ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നതും മുസ്ലിം ലീഗിനെ അനുകൂലിക്കാത്തവരുമായ വിഭാഗമുണ്ടെന്നും അതുപോലെ ലീഗിനെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു പ്രത്യേക അജണ്ടയോടുകൂടി സമസ്തയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മറ്റുമൊക്കെയുള്ള വലിയ വലിയ സമുദായത്തിന് ഇക്കാലത്ത് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചില ആരോപണങ്ങൾ കുറച്ചു കാലങ്ങളായി നമ്മൾ കേട്ടുവരികയായിരുന്നു. എന്നാൽ ഈ അടുത്ത 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനൊക്കെ അറുതി എന്നോണം പെട്ടെന്നു തന്നെ ലീഗ് വിരുദ്ധ വിഭാഗമെന്ന് അറിയപ്പെടുന്ന സമസ്തയിലെ ചില നേതാക്കൾ, അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള, ഉമർ ഫൈസി മുക്കം, അതുപോലെ സത്താർ പന്തല്ലൂർ തുടങ്ങിയ ആളുകളൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് തങ്ങളെ നേരിട്ട് പോയി കാണുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. ഈ ഒരു സിറ്റിങ്ങിൽ ഇനിയൊരു സിറ്റിംഗ് കൂടി ഞങ്ങൾ കൂടുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി ആശയവിനിമയം നടത്തിയാൽ കാര്യങ്ങളൊക്കെ പണ്ടത്തേനേക്കാൾ ഭംഗിയാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പണ്ടത്തത് പോലെയാകും എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും ഒക്കെ വാർത്താ സമ്മേളനം നടത്തി അതിനുശേഷം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായി ഞാനടക്കമടങ്ങുന്ന കേരളത്തിലെ സുന്നികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിനെയും അതുപോലെ സമസ്തയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ സന്തോഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതാരൊക്കെയോ, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ മുസ്ലിം ലീഗിലെ ചില ആളുകളുടെ, ചില ചോട്ടാമോട്ടാ നേതാക്കന്മാരുടെ ചില പ്രവർത്തനങ്ങൾ കൂടി, ഈ പുത്തൻവാദികളായ ചിലരുടെ പ്രവർത്തനങ്ങൾ കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ മുഴുവൻ പ്രശ്നവും തീരൂ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയമാണ്. ഏതായാലും ഈ വിഷയം ഇങ്ങനെ തീരുമെന്ന് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം ഉണ്ടായത്. എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു. ഒപ്പം നമ്മുടെ ഹമീദ് ഫൈസിയും മുക്കം ഫൈസിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടാവും, കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. ഇപ്പം എന്ത് ഞാൻ പറഞ്ഞത്, നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത്. എന്നാൽ സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ, അതായത് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം. പക്ഷെ അവരുടെ സംസാരത്തിൽ അത്തരമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് എന്താണ് ഈ ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് പറയുന്നത്. അതായത് തങ്ങളെ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും ഒക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പോയി കണ്ടപ്പോൾ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവിടെ ആ ചർച്ചയിലുണ്ടായ തീരുമാനമാണത്രേ, നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കലും മാപ്പ് പറച്ചിലുമൊക്കെ എന്നോട് മാത്രം പോരാ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയണമെന്നുള്ളത്. അതവർ ചെയ്തില്ലെന്നും അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായില്ലെന്നും പറഞ്ഞതിന് വിപരീതമായുള്ള ഒരു പ്രവർത്തനമായത് ഉണ്ടായതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഈ വാർത്താ സമ്മേളനം കുഞ്ഞാലിക്കുട്ടി സാഹിബുമൊത്ത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം നമുക്കറിയാം, പാണക്കാട് പോയി തങ്ങളെ കാണുകയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതുകൊണ്ടല്ല. ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും ഒരു
ദീനിലെ പണ്ഡിതന്മാരെന്ന നിലക്ക് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇസ്ലാമിനെ കുറിച്ച് ഒരല്പം ബാലപാഠം അറിയാവുന്ന പണ്ഡിതന്മാർക്ക് എന്തായാലുമില്ല, ബാലപാഠം അറിയാവുന്ന ആളുകൾ ആരും തന്നെ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറയില്ല. കാരണം അവർ ചെയ്തത് എന്താണ്? അവർ ചെയ്തത് ഇൽമു പറഞ്ഞെന്ന് മാത്രമാണ്. വിവരമുള്ളവർക്കേ കാളിയാവാൻ പറ്റൂ എന്ന് മുക്കം ഉമർ ഫൈസി പ്രസംഗിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളല്ലാത്ത അന്യമതസ്ഥരുടെ ആചാരങ്ങളിൽ പോയി പങ്കെടുക്കാൻ പാടില്ല എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും പ്രസംഗിച്ചു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് എന്തിനാണ് ഇവർ അവിടെ പാണക്കാട് പോയി കാണുകയും ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമുദായത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ കാര്യമായി പോലും ഒരു വിള്ളലുണ്ടാവുകയോ സമുദായത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കോ അതുപോലെ തന്നെ സാമുദായിക സംഘടനയ്ക്ക് തന്നെയോ ഒരു നമ്മളെ കൊണ്ടൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ വക്കൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടായത്. ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണെന്നും ഇത് ജിഫിരി തങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവും അതുപോലെ മുക്കം ഉമർ ഫൈസിയൊക്കെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസിഡന്റിനെയാണ് ഈ വർത്തമാനം ജിഫിരി മുത്തുക്കോയ തങ്ങളിലൂടെ നമുക്ക് ഈ കേരള സുന്നികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ഈക്ക സമസ്തക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, പഴയ കാലങ്ങളിൽ എനിക്ക് അത്ര കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും ഈ അടുത്ത കാലങ്ങളിലായ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പ്രസിഡന്റാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അദ്ദേഹം സമസ്തയെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള രീതിയിലേക്ക് എത്തിക്കുകയും എന്നാൽ നമ്മുടെ പണ്ഡിതന്മാർ മുഖേനയോ മറ്റോ സമുദായത്തിലുള്ള ആർക്കും ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലെന്ന് വളരെ കർക്കശക്കാരനായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയുമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത്. അല്ലാതെ ഈ പണ്ഡിതന്മാർ, കേരളത്തിലെ സുന്നികളിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഇത്തരത്തിൽ ഉമർ ഫൈസി മുക്കം പോലെയുള്ള വലിയ പണ്ഡിതന്മാർ, സമസ്തയുടെ സെക്രട്ടറിമാരായ പണ്ഡിതന്മാരെ തന്നെ ഇത്തരത്തിൽ അവിടെ പോയി നേരിട്ട് പോയി കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഖേദം പ്രകടനം നടത്തിയത് അത് ജിഫ്രി തങ്ങളുടെ ഈ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത്തരത്തിൽ പറയുന്ന ഈ പണ്ഡിതന്മാരോട് നിങ്ങൾ പൊതുസമൂഹത്തിൽ പോയി മാപ്പ് പറയണം, എല്ലാവരും കേൾക്കപ്പറയണം എന്ന് പറയുന്ന ഈ ഒരു തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാർത്താ സമ്മേളനം കേട്ടപ്പോൾ വളരെ വിഷമമായി. എനിക്ക് മാത്രമല്ല, AP വിഭാഗത്തിൽപ്പെട്ട റഹ്മത്തുള്ള സഖാഫി എളമരം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു എഴുത്തെഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിപ്രകാരമാണ്: എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പണ്ഡിതന്മാരെ കൊണ്ട് രാഷ്ട്രീയക്കാർ ഏത്തമിടിക്കുക, വീട്ടിൽ ചെന്ന് ഏത്തമിട്ടപ്പോൾ അത് പോരാ, അങ്ങാടിയിൽ ചെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏത്തം വേണമെന്ന് നിർബന്ധം പിടിച്ചു. ഇനി എന്തിനാ ഈ കുനിച്ചു നിർത്തിയുള്ള ഈ ഇടി? ഒന്ന്, കാളിക്ക് വിവരം വേണമെന്ന് പറഞ്ഞതിന് സത്യത്തിൽ ആരാണ് ഇവിടെ മാപ്പ് പറയേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം. ഈ പണ്ഡിതന്മാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ ചെയ്തത് കാളിക്ക് വിവരം വേണം എന്ന് ഇസ്ലാമിൻ്റെ നിയമം പറയുകയാണ്. പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് ആർക്കൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു, അവരെയാണ് പോയി കൊണ്ടത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ ആവശ്യമില്ല, അതും നമ്മളെ കൊണ്ട് ഉണ്ടാവേണ്ടതില്ല എന്നതിന് മാത്രമായാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചു പോയതിനും അല്ലെങ്കിൽ മറ്റുമൊക്കെ ഖേദപ്രകടനം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ റഹ്മത്തുള്ള സഖാഫി തുടരുകയാണ്: ആലോചിക്കുമ്പോൾ ശത്രുക്കൾക്ക് പോലും ഈ ദുർഗതി വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുകയാണ്. ഒരു പണ്ഡിത സഭയുടെ അധ്യക്ഷനെയും അതിൻ്റെ മുശാവറ അംഗത്തെയും ആ സഭയുടെ ഒരു കീഴ്ഘടകത്തിൻ്റെ ഭാരവാഹി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശ്വാസിക്കുക, പോരാത്തതിന് ഇനി പത്രക്കാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കൂടി പറയുക, മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് കാണുന്നത്. വീണ്ടും പറയുകയാണ്: ഉമ്മത്തിനെ ഉലമാക്കൾ നയിക്കട്ടെ. നമുക്കറിയാം, ഉമ്മത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഉലമാക്കൾ തന്നെയാണ്. മറ്റു മതങ്ങളെ പോലെയല്ല. മുസ്ലിമീങ്ങളുടെ നേതൃത്വം എപ്പോഴും പണ്ഡിതന്മാരാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലും ഒരു പ്രസംഗം നടത്തിയപ്പോൾ നമുക്ക് മുസ്ലിം ലീഗ് സമുദായത്തിൻ്റെ പാർട്ടിയും സമസ്തയും തമ്മിൽ കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നടത്താൻ പറ്റുകയുള്ളൂ.
പ്രത്യേകിച്ച് ശരീഅത്തിന്റെ മുസ്ലിമീങ്ങളുടെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് പണ്ഡിതന്മാരോട് ആലോചിച്ചിട്ട് മാത്രമേ അതിൽ രാഷ്ട്രീയക്കാർ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഇക്കാലം അത്രയുമുള്ള രീതി. പഴയ കാലത്തുള്ള നേതാക്കന്മാർ അത്തരത്തിലാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് EMS ഭരണകാലത്ത് നടന്ന ഒരു സംഭവ വികാസം ഉദാഹരണം പോലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ ഉലമാക്കൾ എന്ന് പറയുന്നത് ദീനിന്റെ ചിഹ്നങ്ങളാണ്. ആ ഉലമാക്കളെ റോട്ടിലിട്ട് മാപ്പ് പറയിക്കുകയും റോട്ടിൽ പരസ്യമായി നമ്മളവിടെ അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അത് വളരെ നല്ല ഒരു വിഷയമല്ല. ദീനിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവർ ദീനിന്റെ ചിഹ്നങ്ങളാണ്. മറ്റു മതസ്ഥർ നമ്മളിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇത്തരത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരെയാണ്, അവരുടെ പ്രവർത്തനങ്ങളെയാണ്, അവർ സമൂഹത്തിൽ ചെയ്യുന്ന രീതികളെയാണ്. അവരെ കൊണ്ടൊക്കെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ദീനീ സ്നേഹി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു സുന്നി എന്ന നിലക്കൊക്കെ വിഷമമുണ്ടാവാൻ സ്വാഭാവികമാണെന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നമ്മെ കൊണ്ടൊരു പ്രശ്നമുണ്ടാവണ്ട എന്നു കരുതി ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്തായാലും വേണ്ടില്ല, ഇത്തരത്തിൽ തങ്ങൾക്ക് ആ വാർത്താസമ്മേളനം കൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചു തന്നെ കളയാമെന്ന് ഈ നേതൃത്വം, പണ്ഡിതന്മാർ തീരുമാനിക്കുകയും അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വാർത്താ കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അതൊന്ന് കേൾക്കാം. ഇങ്ങനത്തെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുൻകൈയെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ചർച്ച നടത്തിയത്. യോഗ തീരുമാനപ്രകാരമാണ് തുടർന്ന് വാർത്താ സമ്മേളനം നടത്തിയതും. ചില പരാമർശങ്ങളിൽ സാദിഖ് അലി തങ്ങൾക്ക് പ്രയാസമുണ്ടായെന്നും അതെല്ലാം വിശദമായി സംസാരിച്ച് പരിഹരിച്ചുവെന്നും അതിൽ സങ്കടമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കപ്പെട്ടതുമാണ്. ചർച്ചയിലെ അന്തിമ തീരുമാനവും ഇതുതന്നെയായിരുന്നു. എന്നാൽ സംഘടനക്കകത്തും സമുദായത്തിനകത്തും രഞ്ജിപ്പും ഒരുമയും അനിവാര്യമാണെന്നതുകൊണ്ട് സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പൊ അതാണ്, ഈ ഖേദപ്രകടനം വീട്ടിൽ പോയി നേരിട്ട് തന്നെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ പരസ്യമായോ രഹസ്യമായോ നമ്മളുടെ അറിവിൽ ഈ വിഷയത്തിൽ ഈ പണ്ഡിതന്മാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ വ്യക്തിപരമായി നേരിട്ടും പരസ്യമായും ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തിയിട്ടും ഇനിയും ആർക്കെങ്കിലും ഇത് മതിയാവുന്നില്ലെങ്കിൽ ഈ പ്രശ്നം തീരുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സന്ദർശനോട് കൂടെ തന്നെ ഇത്തരത്തിൽ തീർന്നു എന്ന് നമ്മൾ കരുതിയതായിരുന്നു. എന്നാൽ പരസ്യമായി ഇന്ന് വരെ പലപ്പോഴും ചില പ്രസംഗങ്ങളും ചില ദീനിന്റെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുകൊണ്ട് ഇത് അവർക്കെതിരെയാണ്, തങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ മാധ്യമങ്ങൾ വരുത്തി വെച്ചതിൻ്റെ ഒരു രീതി എന്നല്ലാതെ, അത്തരത്തിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായെന്നല്ലാതെ സാദിഖ് അലി തങ്ങൾക്കെതിരെയോ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു വലിയ നേതാവിനെതിരെയോ ഇന്നേ വരെ പരസ്യമായി പ്രസംഗിച്ചിട്ട് പോലും ഇല്ല എന്നത് ഇവിടെ ഇരിക്കെ, ഇത്തരത്തിൽ പരസ്യമായി വന്നുകൊണ്ട് പണ്ഡിതന്മാർ റോട്ടിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി എന്ന് തന്നെ വേണം കരുതാൻ. അത്തരത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇത് തീരാൻ പാടില്ല, സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം തീരാനേ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അപ്പൊ ഇതിങ്ങനെ തീരാൻ പോകുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തീരുകയില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ഉസ്താദിൻ്റെ പ്രസംഗം, ഏത് പണ്ഡിതനാണെന്ന് എനിക്കറിയില്ല, വാട്സപ്പ് മുഖേന എനിക്ക് ലഭിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കാം. വലിയ അലിമീങ്ങളെ ചീത്ത പറഞ്ഞ് പൂതി മാറാത്തവർക്ക് ഇപ്പൊ അള്ള കൊടുത്ത പണി എത്ര രസമുള്ള പണിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ചെറിയ മുതാലിമീങ്ങൾക്കൊക്കെ അറിയാം മുടി തൊട്ടാൽ ഒതുമുറിയൂല എന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, സാധാരണക്കാർ പറയുന്നുണ്ട് മുടി തൊട്ടവരെ ഒതുവൊക്കെ മുറിഞ്ഞിരിക്കുന്നു, എല്ലാത്തിൻ്റെയും ഒതു മുറിഞ്ഞുപോയി, എല്ലാവരും കുടുങ്ങിപ്പോയി. ഇപ്പം വലിയ അശുദ്ധിയിലാണ് പലരും ഉള്ളത്. കുളിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ. രക്ഷപ്പെടാൻ ഒരു മന്ത്രവും കയ്യിൽ ഇല്ലല്ലോ.
ഇപ്പൊ ആകെയുള്ള പരിപാടി എന്താണ്? ഞാനത് വിശദീകരിക്കുന്നില്ല. അള്ളാന്റെ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും അല്ലാത്തവരും സമമാകുമോ? വിവരമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ജോലിയുണ്ട്. ആ ജോലി വിവരമില്ലാത്തവന്റെ തലയിൽ വെച്ച് കെട്ടിയാൽ ഇനിയും നാറും കേട്ടോ, വഷളാകും കേട്ടോ, മഹല്ല് പൊളിഞ്ഞു പോകും കേട്ടോ, ഉമ്മത്തിന്റെ അച്ചടക്കം നശിച്ചു പോകും കേട്ടോ. ഒരുത്തം പ്രസംഗിക്കണ്, നേതാവിന് വിവരമില്ല. മറ്റോം പ്രസംഗിക്കണ്, നേതാവിന് വിവരം ആവശ്യമില്ല. അങ്ങനുണ്ട്. അപ്പോഴാണ് മഹാപ്രഭാഷകന്റെ വരവ്. മൂപ്പര് പറയുന്ന വാക്ക്, അരക്കാശിന്റെ വിവരം പാടില്ല, 500 മഹലിന്റെ കളിയാക്കി തരാം. ഇവിടെ എങ്ങോട്ടാണ്? അതാര് പറയിപ്പിച്ചതാണ്? അൽഹംദുലില്ലാ, ഞങ്ങളില്ല. പല്ലുകുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല. മുണ്ടുപൊക്കി കാണിക്കാൻ ഞങ്ങളില്ല. ഈ കഴുത്തിൽ നിന്ന് ഈ വലിയ കരിമ്പാറ, ആ ഭാരമുള്ള വസ്തു ഒന്നഴിച്ചു വെച്ചുകൂടെ? എന്നിട്ട് ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആയുസ്സങ്ങ് ചെലവഴിച്ചുകൂടെ? അതല്ലേ മഹാന്മാര് പാടിത്തന്നത്? നുറഖിഉ ദുനിയാനാ ബിതംസീഖി ദീനിനാ ഫലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖിഉ. നമ്മളെ ദീനീ രംഗത്ത് എന്തെങ്കിലും പോരായ്മ വരുമ്പോ ദുനിയാവ് കൊണ്ട് അതങ്ങ് തുന്നിക്കൂട്ടി പരിഹരിച്ച് ഓട്ടയടക്കുന്നതിന് പകരം ദുനിയാവിന്റെ ദുർമോഹങ്ങൾക്ക് വേണ്ടി ദീന് പൊല്ലിപ്പൊളിച്ചിട്ടാണ് ചിലര് തുന്നിക്കൂട്ടിയത്. അവർക്കിപ്പൊ തുന്നിക്കൂട്ടിയ കോട്ട്, കണ്ടം വെച്ച കോട്ട്, ദുനിയാവും ബാക്കിയില്ല, ദീനും ബാക്കിയില്ല. ഇനിയൊരു പിളർപ്പിന് ഈ ഉമ്മത്തിന് ത്വാക്കത്തില്ലല്ലോ. എനിക്ക് വാട്സപ്പ് വഴി കിട്ടിയ ഒരു വീഡിയോ ആണ് ഇത്. കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് ഉസ്താദ് ഇതിൽ വിവരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല? പണ്ട് ഒന്നായി നിന്നവർ എന്തുകൊണ്ട് രണ്ടായി പോകുന്നു, മൂന്നായി പോകുന്നു? സമസ്തക്ക് പകരം മറ്റൊരു സംഘടനയുണ്ടാക്കുന്ന മറ്റൊരു വിഭാഗം, അത് ചീറ്റിപ്പോയി മൂലയിലാകുന്ന മറ്റു ചിലർ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദീനിൻ്റെ പേരിൽ സഹോദര സംഘടനയിലെ ചില പണ്ഡിതന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ എന്താണോ പ്രവർത്തനം, നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നോക്കാതെ വിമർശിക്കുകയും അതിനെതിരെ വാളെടുത്തുകൊണ്ട് രംഗപ്രവേശനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രത്തെയാണ് ഈ ഉസ്താദ് ഇതിൽ വിവരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഇതൊക്കെ വലിയ നമ്മുടെ വിശ്വാസപ്രകാരം പലപ്പോഴും പല ചെയ്തികൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഇത് ഞാനും ഉസ്താദ് പറഞ്ഞതുപോലെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ദീനിൻ്റെ പ്രവർത്തനങ്ങൾ, അത് പള്ളിയായാലും മദ്രസയായാലും മറ്റ് എന്തു തന്നെ ആയാലും, ആ സഹോദര സംഘടന എടുക്കുകയാണെങ്കിൽ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അതിനൊക്കെ സമുദായത്തെ അതിനൊക്കെ എതിരെ തിരിച്ചുവിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർ ഇന്നൊരു പക്ഷേ വലിയ വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും പോകുകയും ഇപ്പോൾ ഇപ്പുറത്ത് അടിപിടി കൂടുകയും എത്ര സംസാരിച്ചിട്ടും നന്നാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്തപ്പോൾ ഈ ഉസ്താദിൻ്റെ പ്രസംഗം കൂടി അതിൽ കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കാത്തവരൊക്കെ പണ്ഡിതന്മാരെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ദീനിൻ്റെ ചിഹ്നങ്ങളെ പൊതുവേദിയിൽ തന്നെ പറിച്ചു ചീന്തണമെന്നൊക്കെ പരസ്യമായി ഇങ്ങനെ പറയുമ്പോൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഏതായാലും സമുദായത്തെ അള്ളാഹു കാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തൽക്കാലം വിടാ, നമുക്ക് വീണ്ടും കാണാം.